ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ ഭരണഘടനാവിരുദ്ധമല്ലെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ്. എന്നാൽ ഗുരുതരമായ പിഴവുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം ജെ.പി.സിയിൽ പറഞ്ഞു. ബില്ലിൽ അനിയന്ത്രിതമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾക്കും പരിഹരിക്കപ്പെടാത്ത ഭരണഘടനാ വിടവുകൾക്കുമെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് ഭരണഘടനാവിരുദ്ധമാണെന്ന് ഡി.വൈ. ചന്ദ്രചൂഡ് പറഞ്ഞു. ഭരണഘടന പരിഷ്കരിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 38 പാർലമെന്റ് അംഗങ്ങളും പാർലമെന്റ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മുൻ ചീഫ് ജസ്റ്റിസ് ജെ.എസ്. ഗെഹാറിനെയും കമ്മിറ്റിക്ക് മുൻപാകെ തന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. ബില്ലിന്റെ കേന്ദ്ര ആശയം പരാമർശിച്ചുകൊണ്ടാണ് ചന്ദ്രചൂഡ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരേസമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ 1950 മുതൽ 1960 വരെ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയിരുന്നു. ദേശീയ തെരഞ്ഞെടുപ്പുകളുമായി പൊരുത്തപ്പെടുന്നതിനായി നിരവധി നിയമസഭകൾ നേരത്തെ പിരിച്ചുവിട്ട 1957 സാഹചര്യം അദ്ദേഹം ഉദ്ധരിച്ചു. ജനാധിപത്യവും ഫെഡറലിസവും അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെങ്കിലും തെരഞ്ഞെടുപ്പുകൾ വെവ്വേറെ നടത്തണമെന്ന് അവ ആവശ്യപ്പെടുന്നില്ലെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദിഷ്ട ബില്ലിൽ നൽകിയിരിക്കുന്ന അധികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചന്ദ്രചൂഡിന്റെ ഏറ്റവും ശക്തമായ എതിർപ്പുയർന്നത്. ഭരണഘടനാപരമായി അസ്വീകാര്യമായ 2 വ്യവസ്ഥകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ബിൽ നടപ്പിലാക്കുന്നതിനായി ഭരണഘടനയുടെ 15-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കുന്നു. ലോക്സഭയോടൊപ്പം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അസാധ്യമാണെന്ന് തോന്നിയാൽ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കമ്മീഷന് അധികാരം നൽകുന്നതാണ് മറ്റൊന്ന്. ഭരണഘടനാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനോ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ കാലാവധി കുറയ്ക്കാനോ പ്രസിഡന്റിന് ഏകപക്ഷീയമായി റിപ്പോർട്ട് നൽകുന്നതിലൂടെ ഇ.സി.ഐക്ക് അധികാരം നൽകുന്നത് ഭരണഘടനാപരമായ തീരുമാനങ്ങൾ പാസാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി റിപ്പോർട്ടുണ്ട്. സംസ്ഥാന ഇടപെടലിന് ഭരണഘടന പ്രത്യേക സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആർട്ടിക്കിൾ 356(5) ഒരു താരതമ്യ ചട്ടക്കൂടായി അദ്ദേഹം പരാമർശിച്ചു. തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കാനുള്ള ഏതൊരു അധികാരവും വ്യക്തമായി നിർവചിക്കപ്പെടുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. പോരായ്മകൾ പരിഹരിക്കുന്നതിന് ചന്ദ്രചൂഡ് 3 പോയിന്റ് സുരക്ഷാ മുൻകരുതലുകൾ നിർദ്ദേശിച്ചു. ദേശീയ സുരക്ഷയോ പൊതുക്രമസമാധാനമോ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ഇ.സി.ഐയെ അനുവദിക്കാവൂ. 1. 2. അത്തരത്തിലുള്ള ഏതൊരു ശുപാർശയും പാർലമെന്റ് ഇരുസഭകളും അംഗീകരിക്കണം. 3. ഒരു നിശ്ചിത പരിമിത കാലയളവിലേക്ക് മാത്രമേ മാറ്റിവെക്കലുകൾ അനുവദിക്കാവൂ. ഈ സംരക്ഷണ ഭിത്തികൾ ഇല്ലെങ്കിൽ കമ്മീഷന്റെ കൈകളിൽ ഉത്തരവാദിത്വമില്ലാത്തതും അനന്തവുമായ അധികാര കേന്ദ്രീകരണത്തിന് ഈ നിർദ്ദേശം കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. ബിൽ നിലവിൽ അവഗണിക്കുന്ന 2 പ്രധാന ഭരണഘടനാ നിശബ്ദതകളെ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞു. ആദ്യത്തേത്, പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അത്തരം വിപുലീകരണങ്ങൾ സമന്വയ ചക്രത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ബിൽ വിശദീകരിക്കുന്നില്ല. അടിയന്തരാവസ്ഥ അവസാനിച്ചു കഴിഞ്ഞാൽ സമന്വയം പുനഃസ്ഥാപിക്കുന്നതിനായി പാർലമെന്റിന്റെ അടുത്ത കാലാവധി വെട്ടിക്കുറയ്ക്കുകയോ നിയമസഭകളുടെ കാലാവധി നീട്ടുകയോ ചെയ്യുന്നതിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാമത്തെ നിശബ്ദത, ഭൂരിപക്ഷ നഷ്ടം കാരണം കാലാവധി അവസാനിക്കുന്നതിന് 6 അല്ലെങ്കിൽ 7 മാസം മുൻപ് ഒരു സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടാൽ എന്ത് സംഭവിക്കും? പാർലമെന്റിന്റെ തീരുമാനവുമായി പൊരുത്തപ്പെടുന്നതിന് അത്തരം സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ബിൽ വ്യക്തത നൽകുന്നില്ല. ഈ സാഹചര്യം ആർട്ടിക്കിൾ 356 ഉൾപ്പെടുന്നില്ലെന്നും ബില്ലിൽ നേരിട്ട് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ ആശയക്കുഴപ്പത്തിനോ ദുരുപയോഗത്തിനോ പോലും ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഒരു ചട്ടക്കൂട് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് 2024 ഡിസംബറിൽ സർക്കാർ ഭരണഘടന ബിൽ അവതരിപ്പിച്ചു. താമസിയാതെ ബിൽ വിശദമായി പരിശോധിക്കാൻ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള 39 അംഗങ്ങൾ കമ്മിറ്റിയിലുണ്ട്. ബി.ജെ.പി. എം.പി. പി. ചൗധരിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അനുരാഗ് താക്കൂർ, പ്രിയങ്ക ഗാന്ധി വാദ്ര, മനീഷ് തിവാരി, സുപ്രിയ സുലെ, സംബിത് പത്ര എന്നിവരാണ് പാനലിലെ അംഗങ്ങൾ.
രാജ്യത്തുടനീളമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്തിയാലുണ്ടാകുന്ന ഭരണപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബിൽ പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുമെന്നും ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് എന്തൊക്കെ വിടവുകൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും വിലയിരുത്തുന്നതിനായി മുൻ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധരുമായി ഇത് നിരവധി തവണ കൂടിയാലോചനകൾ നടത്തിയിരുന്നു.